ഹലോ എവരിവൺ. മനസ്സ് അഥവാ മൈൻഡ് നമ്മൾ മനുഷ്യർക്ക് ഇന്നുവരെയും വ്യക്തമായ ഉത്തരം കിട്ടാത്ത ഒരു കൺസെപ്റ്റ് ആണല്ലേ. മനസ്സിനെ കുറിച്ചും മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇപ്പോഴും ആ ഒരു ഏരിയ ഒരു പഠന വിഷയം തന്നെയാണ്. നമ്മളിൽ പലർക്കും മനസ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മൈൻഡ് പവർ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് തോന്നുന്നത് മനസ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുന്ന ഒന്നല്ല അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ മറ്റുള്ള ഓർഗൻസ് അല്ലെ അവയവങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവയവം ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു ഏരിയ ഉണ്ട് എന്ന് പറയാം. ബ്രെയിൻ ആണെങ്കിലും ബ്രെയിനിന്റെ ഓരോ ഏരിയകളും നമുക്ക് പറയാം. അല്ലെങ്കിൽ കണ്ണ്, മൂക്ക് ഒക്കെയും നമുക്ക് മനുഷ്യർക്ക് വിസിബിൾ ആണ്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് കൂടുതൽ പഠിക്കാനായിട്ടൊക്കെയും ആ ഒരു അവയവം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് കൂടുതൽ വിശ്വാസയോഗ്യമാണ്. പക്ഷെ മനസ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ ഇതൊരു കൺസെപ്റ്റ് ആയിട്ട് തന്നെയാണ് പലരും കരുതുന്നത്. ചിലർ പറയുന്നു മനസ്സെന്ന് പറയുന്നത് ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ചില വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിലാണ്. അപ്പൊ ഇങ്ങനെ ആകെ എല്ലാവർക്കും ഒരു കൃത്യമായ ഒരു ഡെഫിനീഷൻ പറയാനോ ഒരു വ്യക്തമായ ഒരു ധാരണയിൽ എത്താനോ പറ്റാത്ത ഒരു വലിയ ഒരു സമസ്യ തന്നെയാണ് മനസ്സെന്ന് പറയുന്നത്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള പല ഉദാഹരണങ്ങൾ അല്ലെ പലരുടെയും ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അതിനൊരു പവർ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ്. ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അവരൊരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ അവർ എഴുന്നേറ്റ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ആ മനസ്സിന്റെ ബലം, എനിക്ക് സാധിക്കും എന്ന് അവരിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കി എടുത്തുകൊണ്ട് സയൻസിനെയും അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ള ആ ഒരു കാര്യത്തെയും നേടിയെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും കൊണ്ടുവന്ന് എത്തിക്കുന്നത് മനസ്സ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് എന്നുള്ളതും അതിന് അപാരമായ ശക്തി ഉണ്ട് എന്നുള്ളതുമാണ്. ഇനി ഈ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും നമുക്ക് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാകില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചിന്ത എങ്കിൽ എന്തായിരിക്കും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. എവിടെ പോയാലും പരാജയവും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിജയവും നേടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ചിന്തകളാണ് നമ്മളുടെ മനസ്സിന്റെ പവർ എങ്കിൽ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ മനസ്സിന്റെ പവർ കൂട്ടാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? അപ്പൊ ഈ ഒരു മനസ്സിന്റെ പവറിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നല്ല ചിന്തകൾ, നമുക്ക് നല്ല മോട്ടിവേഷൻ തരുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മൾ ആയിത്തീരുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും അത് വാസ്തവം തന്നെയാണ്. കാരണം നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ തീവ്രമായി ചിന്തിക്കുക അല്ലെ എപ്പോഴും നമ്മളുടെ ചിന്തകളിൽ കടന്നു വരുന്നത് ആ ഒരു കാര്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുന്നത്. തോട്ട്സിൽ നിന്നാണ് ആക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ചിന്തകളും പ്രവൃത്തികളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മളുടെ മനസ്സ് നമ്മളെ കൂടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം തന്നെ ഈ ചുറ്റുമുള്ള പ്രപഞ്ചം തന്നെ നമുക്ക് ചെയ്തു തരും എന്നുള്ളത് നമ്മളുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറ യൂണിവേഴ്സ് നമ്മളെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിത വിജയം നേടാൻ നമ്മളെ സഹായിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് അടിത്തറ പറയാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സാധിക്കില്ല. പക്ഷേ അനുഭവങ്ങൾ പലപ്പോഴും നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും നേടണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പൗലോ കെയ്ലോ പറഞ്ഞതുപോലെ ആ ആഗ്രഹം നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് പലപ്പോഴും അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പലർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചിന്തകൾ നമ്മൾ തീവ്രമാക്കിക്കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടാക്കി എടുക്കുമ്പോൾ ആ ചിന്തകൾക്ക് ഒരു എനർജി ഉണ്ട്. ആ എനർജി നമ്മളിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഒരു സ്വാധീനം, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മളിൽ പലർക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും നമ്മൾ നേടണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിന് നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണം. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഹെൽപ്പുകൾ പലരിൽ നിന്ന് നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ചിന്തകൾ, നമ്മളുടെ ആ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ആ വ്യക്തിയുടെ മേലും നമ്മളെ സഹായിക്കാൻ കെൽപ്പുള്ള വ്യക്തികളുടെ മേലും സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടാണ് ഈ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളുടെ ബ്രെയിന് ഓരോ റെസ്പോൺസ് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴും അതിനോട് പ്രതികരിക്കുന്ന ഒരു
ന്യൂറൽ പാത്വേ അല്ലെ ഒരു ഹാബിച്വൽ ന്യൂറൽ പാത്വേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എന്ന് കേൾക്കുമ്പോഴേ വല്ലാത്ത ടെൻഷന്, സ്ട്രെസ്സാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വല്ലാത്ത ഒരു ടെൻഷനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? കാരണം ഓരോ തവണ നമ്മൾ എക്സാം വരുമ്പോഴും അതിനെ നമുക്ക് ഭയമാണ്, ആ ഒരു പേടി അല്ലെങ്കിൽ ആ സ്ട്രെസ് കൊണ്ട് ആ ഒരു കാര്യം നമ്മളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് ഒരു ഹാബിറ്റ് ആക്കി നമ്മളുടെ ബ്രെയിനിൽ ഈ ഒരു എക്സാം എന്ന് കേട്ട് കഴിഞ്ഞാൽ ടെൻഷനാണ്. അപ്പൊ അങ്ങനെ ഒരു പാത്വേ നമ്മൾ തന്നെ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഇതാണ് നമ്മൾ ഫീഡ് ചെയ്ത് നമ്മുടെ ബ്രെയിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ബ്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം? റീറൂട്ട് ചെയ്യണം. ഈ പുതിയ പുതിയ ഒരു ന്യൂറൽ പാത്വേ നമ്മൾ തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഈ പറഞ്ഞ എക്സാമിന്റെ കാര്യത്തിലായാലും എക്സാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ അവിടെ നമ്മൾ തന്നെയാണ് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ നമ്മുടെ ബ്രെയിന് നമ്മളുടേതായ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൈൻഡ് പവറും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ മൈൻഡ് പവർ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും ഓരോ തവണ എക്സാം വരുമ്പോഴും നമ്മൾ സന്തോഷിക്കാൻ പഠിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രയും നാൾ, ഒരു വർഷത്തിന്റെ അവസാനമാണ് ഒരു എക്സാം വരുന്നതെങ്കിൽ അത്രയും നാൾ നമ്മൾ പഠിച്ച നമ്മളുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് അതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇവാലുവേറ്റീവ് പ്രോസസ്, ഇവാലുവേഷൻ ചെയ്യാനുള്ള ഒരു പ്രോസസ് ആയിട്ട് എക്സാമിനെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രെസ് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതുവരെയും ഡെവലപ്പ് ചെയ്ത് ഒരു ഹാബിറ്റ് ആക്കി വെച്ചിരുന്ന പഴയ ആ ബ്രെയിനിന്റെ ആ ഒരു പാത്ത്, ആ വഴിയെ നമ്മൾ മാറ്റി പുതിയ ഒരു കാര്യം നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുകയാണ്. ഇതുവരെയും എക്സാം എന്ന് കേട്ടാൽ എനിക്ക് ടെൻഷനായിരുന്നു, അല്ലെ ഇന്റർവ്യൂ എന്ന് കേട്ടാൽ ടെൻഷനായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. കാരണം എന്താണ്? നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുകയാണ്. എനിക്ക് എന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് ഈ ഓരോ എക്സാം അല്ലെ ഓരോ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു പുതിയ പാത്വേ നമ്മൾ, അല്ലെ ഒരു പുതിയ ചിന്ത നമ്മൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ ആദ്യം എന്തായാലും ഒരു പുതിയ കാര്യമാകുമ്പോൾ അതിൻ്റെതായ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് അല്ലെ. നമ്മൾ ഒരു വഴിയില്ലാത്ത ഒരു സ്ഥലത്ത് പുതിയൊരു വഴി വെട്ടി എടുക്കുമ്പോൾ നല്ല ഒരു സ്ട്രഗിൾ ഉണ്ട്. പതിയെ പതിയെ ആ വഴിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ആ വഴി തെളിയും, നമുക്കും അത് ശീലമാവും. ഇത് തന്നെയാണ് നമ്മളുടെ ബ്രെയിനിന്റെ കാര്യം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായെങ്കിൽ, അല്ലെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിതീവ്രമായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആ ചിന്ത നമ്മളുടെ മനസ്സിൽ അതിതീവ്രമായിട്ട് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക, അല്ലെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു ആഗ്രഹം നമ്മളിൽ പലർക്കും കാണും. നല്ലൊരു ജോലി ആയിരിക്കാം, നല്ലൊരു വീട്, നല്ലൊരു ജീവിത സാഹചര്യം. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ കാണും. പക്ഷെ ആഗ്രഹങ്ങളായി തന്നെ പലപ്പോഴും നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമത്തിന്റെ കുറവാണ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ അതിതീവ്രമായ രീതിയിൽ നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ ആഗ്രഹം എന്താണോ അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ മനസ്സിൽ ആവർത്തിച്ച് സ്ട്രോങ് ഡിസയർ, നല്ല തീവ്രമായിട്ട് ആഗ്രഹിക്കുക. എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ ആ ആഗ്രഹത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുക എന്നല്ല, മനസ്സിൽ ഇങ്ങനെ ഒന്നും ഇത് ചെയ്യാന്നല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ ഒരു ലക്ഷ്യത്തെ അതിന്റെ പൂർണ്ണതയിൽ ത്രൂ ദ ഓൾ സെൻസസ് നമ്മൾ അതിനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ചിന്തകൾ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ, സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകൾ രൂപപ്പെടുത്തുമ്പോൾ അത് നമ്മളുടെ പ്രവർത്തന മേഖലയെ സ്വാധീനിക്കുകയും നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളുടെ ലൈഫിൽ വിജയിക്കണമെങ്കിൽ നമ്മളുടെ ഈ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മളുടെ ചിന്തകളെ തന്നെ നമ്മൾ മനസ്സിലാക്കി, അതായത് പലപ്പോഴും നമ്മളിൽ പലർക്കുമുള്ള ചിന്തകൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസം, നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ തോട്ടുകളൊക്കെ ആണെങ്കിലും എല്ലാം നെഗറ്റീവ് ആണല്ലേ. അപ്പൊ ഇവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, ഞാൻ എപ്പോഴും നെഗറ്റീവ് പറയുക അല്ലെ ജീവിതത്തിനെ കുറിച്ച് മോശമായ ഒരു കാഴ്ചപ്പാട് ആണ് എനിക്കുള്ളത് എങ്കിൽ അതിനെ മാറ്റിയെടുത്ത് നല്ല ഒരു മുതലേക്ക് ആക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ മനസ്സിന്റെ ശക്തി നമ്മളുടെ ജീവിത വിജയത്തിന് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.